ഞാനും എൻ്റെ അമ്മച്ചിയും കൂടി ഇന്ന് സാധനം വാങ്ങാൻ വേണ്ടി പുറത്ത് വന്നതാട്ടോ. എവിടെ നമ്മളെ ഹാപ്പി 7 ഡേയ്സിൽ നമ്മളെ ബത്തേരിയുള്ള ഇതിൽ നമ്മളെ മാമിനിക്ക് ഒരു ചെറിയൊരു പങ്കുണ്ടേ. പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. അമ്മച്ചി ഇങ്ങനെ പൊരലൊറ്റയ്ക്ക് നിൽക്കുന്നില്ല, അപ്പം ഞാൻ വരുമ്പോഴല്ല ജസ്റ്റ് ഒന്ന് പുറത്തെല്ലാം ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങുള്ളൂ എന്ന് വിചാരിച്ചേ. കരയായിട്ടൊന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ പോയി എന്താക്കി 2 ട്രോളിയെല്ലാം എടുത്തങ്ങ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമെന്ന് വെച്ചിട്ട് ഷോപ്പിൻ്റെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഞങ്ങൾ നടന്നിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കിട്ടിയിട്ടോ. മിച്ചിനോട് ഇമ്മച്ചി എന്താ വാങ്ങുന്നത്, എന്തെങ്കിലുമൊക്കെ വാങ്ങുക, എന്താ വേണ്ടതെല്ലാം ചോദിക്കുമ്പോൾ ഇമ്മച്ചി എനിക്കൊന്നും വേണ്ട, ഇനി എന്താണോ വാങ്ങുന്നത് മാത്രം മതിയെന്ന് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് എനിക്കൊന്നും ഒന്നും വേണ്ടായിട്ടോ. പക്ഷേ ആ വേണ്ടായിട്ടെന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തിരിയും വേണ്ടായിട്ടല്ല, എൻ്റെ കയ്യിലുള്ള പൈസ തീരുന്നത് കൊണ്ട് വേണ്ടാന്ന് പറയുന്നതാണെന്നുള്ളത്. പക്ഷെ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഉമ്മച്ചിയല്ലേ, ഞാൻ പൈസ കൊടുത്ത് സാധനം വാങ്ങുന്ന സാധനങ്ങൾ എന്താക്കുക, വാങ്ങാൻ നിൽക്കുകയല്ലേ ശരിക്കും വേണ്ടത്. പക്ഷെ ഉമ്മച്ചി അങ്ങനെ ചെയ്യില്ലേ, വാങ്ങണ്ട, അത് മതി, ഇത്ര മതി, ഇനി വേണ്ട, എൻ്റെ കയ്യത്തെ പൈസ തീരും, ഇനി പൈസ എടുത്തു വെക്ക്, ഇങ്ങനെ എന്നോട് പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ പറയുന്നത് കേൾക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണേ. ഉള്ളതുപോലെ വാങ്ങുക, ഇല്ലെങ്കിൽ വേണ്ട, ആ ഒരു മൈൻഡിലുള്ള ടൈപ്പാട്ടോ ഞാൻ. എന്തെങ്കിലും വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ വാങ്ങേണ്ട സാധനം കറക്റ്റായിട്ട് വാങ്ങുക. അത് പൈസ പോവോ അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്ന് വെച്ചിട്ട് വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങാണ്ട് നിൽക്കുന്ന ഒരു ടൈപ്പേ അല്ല കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അഡ്വൈസ് ആയിട്ട് ഞാൻ തരട്ടെ. നിങ്ങളൊരു സാധനം വാങ്ങാൻ പോകുന്നതാണെങ്കിൽ ആ സാധനം വളരെ ചീപ്പ് റേറ്റിനും വാങ്ങരുത്, ഹൈ റേറ്റിൽ നിങ്ങൾ വാങ്ങരുത്. ഒരു മീഡിയം റേഞ്ചിൽ വേണം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ വാങ്ങേണ്ട സാധനം നമ്മൾ ചീപ്പ് റേറ്റിന് വാങ്ങിയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്കൊരു മൈൻഡ് സെറ്റ് വരും. നമ്മൾ വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വാങ്ങേണ്ട സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്, ചീപ്പായതാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വാങ്ങാൻ പറ്റുന്നതെന്നുള്ള ആ ഒരു മൈൻഡ് വരും. ബട്ട് നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മൈൻഡും ആ ഒരു കപ്പാസിറ്റിയും എല്ലാം വരും കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഫോളോ ചെയ്യുന്നതാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലും ആവണം, എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന് തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡബിൾ എക്സ്പെക്റ്റ് ചെയ്ത് നോക്ക്, അതിൻ്റെ ഹാഫ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ശരി എന്നാൽ.